2016 തൊട്ട് 2021 വരെ പിണറായി വിജയന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പരിധി വരെ നമ്മൾ വിശ്വസിച്ച പോലെ കാര്യങ്ങൾ പോയിരുന്നു. 2021, 26 ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാം പിണറായിലല്ലേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത്. നിങ്ങളെന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്നേഹമൊക്കെ വർദ്ധിക്കുന്നത്? മുഹമ്മദ് റിയാസ് എന്ന ആ വീട്ടിലേക്ക് കയറിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണിത്. അദ്ദേഹം ആ വീട്ടിൽ കാല് കുത്തിയെന്ന അതിൻ്റെ ക്രൊനോളജിക്കലി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി വരുന്നതോട് കൂടിയിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടിക്കപ്പുറം കുടുംബം, എൻ്റെ കുടുംബം എന്ന ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി ചുരുങ്ങിപ്പോവുകയാണ്. ഒരച്ഛൻ്റെ അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം പല ഘട്ടങ്ങളിലും അദ്ദേഹം മറന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക ആവശ്യം എന്താണ്? മരുമകനെ എത്തിപ്പിടിക്കാൻ കഴിയാത്തതിലപ്പുറമുള്ള പാർട്ടിയുടെ ഉന്നത സ്ഥാനീയങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ഭഗീരഥ ശ്രമം നടത്തി അതിലൊക്കെ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. തിരിച്ചൊരു മറുവാക്ക് പറയാൻ ഒരാളുമില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ റിയാസ് വരുമെന്നായിരുന്നു ഞാൻ കണക്കൂട്ടിയിരുന്നത്. പക്ഷേ ആരോ പിണറായിക്കൊരു ബുദ്ധി അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് തൽക്കാലം ആ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ.